ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിടലിനും പ്രൊമോണ് വന്നിട്ടുള്ളത്. ബോസിന്റെ ആൾക്കാരെ ശാലിനിയെ ആക്രമിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ലോറിയിലെ വിഷ്ണുവും കമലനും കൂടെ വരുന്നത്. ശാലിനിയെ ഉപദ്രവിക്കുന്നത് കാണുമ്പോ തന്നെ വിഷ്ണുവിന് അത് സഹിക്കില്ലല്ലോ. വിഷ്ണുവിന് വണ്ടിയിലെന്ന് അറിയുമ്പോ ശാലിനിക്ക് ഒരു സമാധാനമാവുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവും കമലനും കൂടെ താഴത്തേക്ക് ഇറങ്ങി വരും. വിഷ്ണുവിന്റെ വരവും ഭാഷയൊക്കെ കേൾക്കുമ്പോ ആ ഗുണ്ട പറയും, അപ്പോ വഴിതെറ്റി വന്നതല്ല, വഴിതെറ്റിക്കാൻ വന്നവരെ ഒന്നും വെച്ച് വന്നതാണ് എന്ന് പറയലും പിന്നീട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറയണ്ടല്ലോ. വിഷ്ണുവിന്റെ കൈച്ചൂടും കാലിന്റെ ചൂടും ഒക്കെ അവർ നന്നായി അറിയുന്നുണ്ട്. ശാലിനിയെ തൊട്ടവനെ അടിച്ചു വീഴ്ത്താണ് വിഷ്ണു. കമലനും നന്നായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കമലനും വിഷ്ണുവും കൂടെ ഒന്നിച്ചു നിന്ന് എല്ലാവന്മാരെയും അടിച്ചൊതുക്കാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ അവര് തിരിച്ചു അടിക്കുന്നുണ്ട്. അതില് ശാലിനിയെ മുമ്പ് അടിച്ചൊരു ഗുണ്ടയുണ്ടല്ലോ, അയാള് വിഷ്ണുവിന്റെ നേർക്ക് കത്തി ഓങ്ങാണ്. ഇത് കാണുന്ന ശാലിനി വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അയാള് വിഷ്ണു മറ്റൊരുത്തനെ അടിക്കുന്ന സമയത്ത് ശാലിനിയെ പിടിച്ച് ആ കത്തി ശാലിനിയുടെ വയറ്റിൽ കുത്തി കയറ്റാണ്. ഇത് കാണുന്ന എല്ലാവരും ഒരു നിമിഷം ഷോക്കായി പോവും. വിഷ്ണു ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീഴാണ് ശാലിനി. അപ്പോഴേക്കും അയാള് കത്തി അങ്ങ് മൂരിയെടുക്കും. വിഷ്ണു ശാലിനിയെന്ന് വിളിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനുവും അതുപോലെ രാമേട്ടനും ശാലിനിയുടെ അടുത്തേക്ക് ഓടി വരും. പിന്നീട് അവര് അവിടുന്ന് ശാലിനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടും ശാലിനിയുടെ അവസ്ഥ ഗുരുതരം തന്നെയാണ്. ഇതേ സമയം സുസ്മിത ചന്ദ്രബോസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ശാലിനി മരിച്ചെന്നുള്ള വാർത്ത കേൾക്കാനായിട്ട്. അത് കേട്ട് ഞെട്ടി സന്തോഷിക്കണമെന്ന്. അതിനായിട്ട് ടിവിയുടെ മുന്നിൽ ന്യൂസും വെച്ചിരിപ്പാ. അപ്പോഴായിരിക്കും ശാലിനിയെ കുത്തേറ്റു എന്നുള്ള ആ വാർത്ത കേൾക്കുന്നത്. 4 അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കളക്ടറുടെ നില അതീവ ഗുരുതരം. ഇത് കേൾക്കുമ്പോ സുസ്മിത സന്തോഷിക്കുന്നുണ്ട്. ഇത് കേട്ട് രോഹിത് ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശാലിനിയെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്ക് ബോധം വന്നിട്ടില്ല. വിഷ്ണു ആണെങ്കിൽ ടെൻഷനോട് കൂടി പുറത്തിങ്ങനെ നിൽക്കുന്നൊക്കെയാണ് ഈ പ്രൊമോയിലുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിൽ കാണാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്